ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ദോശയ്ക്ക് ഇഡലിക്കും പറ്റിയ ഒരു പരിപ്പ് കറിയാണ്. അതിനായിട്ട് ഞാനിപ്പോൾ പരിപ്പ് കുതിർത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ച് മാറ്റി വയ്ക്കണം. അടുത്തതായി ഞാൻ എടുത്തിട്ടുള്ളത് കുഞ്ഞ് സവാളയാണ്. ഒരു 7-8 എടുത്തിട്ടുണ്ട്. 3 തക്കാളി. ഇത് നമുക്ക് അരിഞ്ഞൊന്ന് വെക്കണം. ഇനി ഒരു ചട്ടിയിൽ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം വറ്റൽമുളക്, ജീരകം, കടുക്, ചതച്ച വെളുത്തുള്ളി എന്നിവയിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. കടുകെല്ലാം പൊട്ടിയ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. സവാള ഞാൻ ഇതുപോലെ ഒരു വലിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഈ കറിക്ക് നമുക്ക് നിറയെ സവാള ആവശ്യമുണ്ട്. ഈ കറിയുടെ ടേസ്റ്റ് കൊണ്ടുവന്നത് തന്നെ സവാളയാണ്. ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയെല്ലാം എണ്ണയിൽ കിടന്ന് നന്നായിട്ട് വെന്തോടയണം. നമ്മൾ എത്രത്തോളം വഴറ്റാവോ അത്രത്തോളം ആ കറിയുടെ ടേസ്റ്റും കൂടുന്നതാണ്. ഈ കറിയിൽ നമ്മൾ സാമ്പാർ പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കുന്നതല്ല. വെറും പച്ചമുളകിൻ്റെയും മുളക് പൊടിയുടെയും ടേസ്റ്റ് മാത്രമാണ് ഇതിലുണ്ടാവുന്നത്. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളിയെല്ലാം നന്നായിട്ട് സവാളയുമായിട്ട് മിക്സ് ചെയ്ത ശേഷം വീണ്ടും നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് നമുക്ക് ദോശയ്ക്കും ഇഡലിക്കും ഒരു അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സവാള വേവുന്നത് വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. കറി നന്നായിട്ട് തിളയ്ക്കണം. ഇപ്പോൾ കറിയൊക്കെ നല്ല തിളച്ച് വരുന്നുണ്ട്. ആ സമയം നമുക്ക് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പരിപ്പിട്ട ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഈ കറി ശരിക്കും പറഞ്ഞാൽ നിറയെ തിളയ്ക്കണം. നല്ല തിളച്ച് ഈ പരിപ്പും ഈ സവാള ഇതെല്ലാം നല്ല വെന്ത് അതിൽ കിടന്ന് ഉടയണം. അതാണ് ഇതിൻ്റെ ഒരു പരുവം. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ല തിളച്ച് മറിയുന്നുണ്ട്. നമ്മൾ എത്രത്തോളം നല്ല തിളപ്പിക്കാമോ അത്രത്തോളം നല്ല തിളപ്പിക്കുക. അപ്പോൾ തന്നെ നമ്മുടെ പരിപ്പും സവാളയെല്ലാം നല്ല വെന്ത് ഉടയുന്നതാണ്. അപ്പോൾ തന്നെ കറിയുടെ ടേസ്റ്റ് അധികമായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇനി നമുക്ക് അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പ്രത്യേക ടേസ്റ്റി ആയിട്ടുള്ളൊരു പരിപ്പ് കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കുക.